നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൊന്നി അവിടെ നിൽക്ക്. എന്താ കുഞ്ഞെ? ഇവള് ശ്യാമ സംസാരിച്ചു എന്ന് കാർത്തിക പറഞ്ഞത് ശരിയാണോ? പച്ചക്കള്ളോ കുഞ്ഞെ? ആ പെണ്ണിനെന്തോ മാനസിക രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആ കുട്ടിയുടെ റൂമിൽ ചെല്ലുമ്പോ സാധനങ്ങളൊക്കെ ബെഡിൽ വാരി വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ് എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുമായിരുന്നു. ഞാനല്ലാന്ന് പറഞ്ഞപ്പോ ശ്യാമക്കുഞ്ഞ് പറഞ്ഞിട്ടാന്നും പറഞ്ഞ് ഈ റൂമിലേക്ക് ചവിട്ടിത്തുള്ളി പോരുന്നത് കണ്ടു. അപ്പോഴത്തെ ഭാവം കണ്ടിട്ട് ശ്യാമക്കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചാ ഞാൻ ഓടി വന്ന് കുഞ്ഞിനോട് വിവരം പറഞ്ഞത്. പൊന്നി പൊയ്ക്കോ. രക്ഷപ്പെട്ടു. മോൾ ഒരുപാട് പേടിച്ചെന്ന് കുഞ്ഞേച്ചിക്ക് മനസ്സിലായി. കാർത്തികയ്ക്ക് എന്തോ മാനസിക പ്രശ്നമാ. പക്ഷേ മോള് പേടിക്കണ്ട, കുഞ്ഞേച്ചിയുണ്ട് ഇവിടെ. പൊന്നി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഞാൻ. കാർത്തികയ്ക്ക് വെറുതെ അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. പക്ഷേ നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസം മോളെ. നിനക്ക് എന്റെ അടുത്ത് നിന്ന് ഒളിക്കാനോ കള്ളം ചെയ്യാനോ കഴിയില്ല. ആ കുറ്റബോധമാ കുഞ്ഞേച്ചി എന്റെ ഹൃദയത്തെ ഇപ്പം മുൾച്ചെടി പോലെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞേച്ചിക്ക് മുന്നിൽ എന്റെ ജീവനും ജീവിതവുമെല്ലാം കാത്ത് കുഞ്ഞേച്ചിക്ക് മുന്നിൽ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കള്ളം കാണിക്കുകയാണ്. കുഞ്ഞേച്ചിയെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല കുഞ്ഞേച്ചി. എന്താ എന്തിനാ നീ കരയുന്നേ? നീ ആരെയും പേടിക്കണ്ട. നിന്റെ കൈയും കാലും കണ്ണും ഒക്കെ ആയിട്ട് കുഞ്ഞേച്ചി ഇവിടെ ഉണ്ട്. നീ എന്താടി കാണിച്ചത്? കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നീ ഉറപ്പിച്ചോ ശാലിനി? കാർത്തിക ഇനി മുതല് വിഷ്ണുവേട്ടന്റെ വ്യാജ ഭാര്യയല്ല, ശരിക്കുള്ള ഭാര്യ. വിഷ്ണുവേട്ടന്റെ ശരിക്കുള്ള ഭാര്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.